ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. വാത്മീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലോ. ചിന്മയനായ നിന്നാമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനിടൂ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു. നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. ഇത്ര വസ്തു വലിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ ഇന്നേകഥാ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂടനായി മധ്യാനമാർത്താണ്ഡ തേജസ്വരൂപികൾ. നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനെ ഘോരമഹാവനെ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്രേക്കും ദുഷ്ടമതേ പരമാർത്ഥം പറയുന്നു. തുഷ്ട്യാ മുനിവരന്മാരുൾ അരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രരാരാധികൾ ഉണ്ടെനിക്കെത്രയും ക്ഷുദ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരും അത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രാരാധികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽബലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവർ എന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താന്താ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അത് കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചൊരു ഓരോ തരം താപസന്മാർ നിന്നരുളുന്നതിക്കുന്നു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതബോധന സംഗമഹേതുന ശുദ്ധമാവനിതൻ അന്ധകരണവും തെക്വാ ധനുഷ്യരാജ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധവും. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന. രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്താ പതിതം പദാന്തികെ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രം ഉത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദ്യബലം വരം സജ്ജന സംഗമാ ദിഗ്വജ്ജന്യാനാം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം. എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യാതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാ അധമനാനിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷരക്ഷേതീശ്വരൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം. സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന
ഇത്വമുക്താരാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യവും ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം ദത്വാമുനീന്ദ്രന്മാർ സത്വരം ദിവ്യപതാകമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനകം ഭക്യാ സഹസ്രയുഗം കഴിവോളവും. കുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ച മഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ഭാഗ്യവും. താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ. ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ. നിർഗമിച്ചിടിനേനാശുനാഭൂതരാൽ വാത്മീക മധ്യതോ നിന്നു ജനിക്കയാൽ അമുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ. വാത്മീകിയാമുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാത്മായ ആത്മായ വേദിയായി ബ്രഹ്മജ്ഞനാകനേ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും. അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമാ ഞാൻ ഇങ്ങനെ ആഴ്ചമഞ്ഞിടിനേൻ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും. നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ബലിച്ചു കരുണാജലാനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനകം ത്രാണ നിപുണ ത്രിദശ കുലപദേ. സീതയാ സാദം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലും എന്നെഴുന്നള്ളിനാനന്ദിയെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാം മുനി. ചിത്രകൂട ജലഗംഗയോരന്തര ചിത്രമായോരുടകം തീർത്തു മാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായ രണ്ടു ശാലയും നിർമ്മിച്ചവിടെയിരിക്കുന്നരുൾ ചെയ്തു. മന്മഥ തുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും. ബ്രഹ്മാത്മനാ മരുവിടിനാൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായ സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും. സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരവാനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ. ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാ സുമന്ത്രനും ഏറിയോൻ അന്തശൂചാചെന്നയോഗ്യ ബുക്കിടിനാൻ. വസ്ത്രേണ വക്രവും ആശ്ചാദ്യ കണ്ണുനീര അർത്യമിട്ടിട്ടു വീണും തുടച്ചു മത്തേതും പുറത്തുഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. രാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗരാംബുദേ ജയ കീർത്തിദാദേ ജയ സ്വാമിൻ ജയ ജയ മാത്രാണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു ഗൗതമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരുദിക്കിയിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായി പാപിയാമെന്നോടും ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ. ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും. ആരാമാഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനെ ഭാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമിൻ അരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാൻ ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടു ഉര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയി എന്തവാജ്ഞയാം ശൃംഗിവേരാഖ്യപുരസവിതേ ചെന്നു. ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാദിവൻ കൊണ്ടുവന്നു ഗുഹന്മൂല ഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജളിയും ധരിച്ചിരു. പിന്നെ രഘൂത്തവൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ. ചൊല്ലേടമെന്നുടെ താതനോടും ബലാലല്ലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലും ഏറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിന് നമസ്കാരം വിശേഷിച്ചു കേതവനെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖവശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ. ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രുവാദീഷു സാഷ്ടാംഗം നമസ്കാരം. തോണീകരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗ്യന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനാൻ.
തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ദയായ ഒരു കൈകേയിക്കു രാജ്യമോ തുഷ്യനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിലിപ്പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തിത്തനിയെ പരിദേവനം ചെയ്വതീനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിക്കായിക നീ. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കിച്ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമെടുത്തു തപോധരൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനീ തീരെ വരാന്തരേ മാനസേ മോഹേന നിൽക്കുന്ന നേരം ഒരു മുനിദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോട് മുഖും വിധവും. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു. കുമ്പി തുമ്പിക്കൈയിൽ അംബോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം. സന്തായ ചാപേ ദൃഢമയച്ചിടിനേൻ. ഹാഹാഹദോസ്മ്യഹം ഹാഹാഹദോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല. കേനവാഹന്തഹദോഹം വിദേവൃത. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തികൈ കൊണ്ടു തണ്ണീർക്കുദാഹിക്കയാൽ. ഇത്തരം മർത്യനാഥൻ കേട്ടു ഞാനതിത്രസ്തനായി തത്ര ചെന്ന് അത്തലോടും തഥാ. താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോട് ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ. മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാൻ അറിയാതിമഹയാ വിവശനാ ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു. ബാണമേതേനതിപാപിയായൊരു ഞാൻ പ്രാണം കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കീണിയിടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. താകേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടേ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാന് പിടയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജ്ജലം കുലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടെ അതിസംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ. വൃദ്ധതയോട് നേത്രങ്ങളും വേറുപെട്ട് അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തി മാനേറ്റവും മുന്നമല്ലോ സ്വസ്ഥനായ വന്നിതോതി കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസധ്വനി കേൾക്കായി. കാൽപെരുമാറ്റം മതിയെന്തതാ കേട്ടു താൽപര്യമോട് പറഞ്ഞു ജനകനും. വൈകുവാൻ എന്തുമൂലം മമ നന്ദനാവേഗിനെ തന്നെ തരിക നീ സാദരം. ഇത്തമാകർണി ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചത്രയും വീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വിവരൻ ഞാൻ ദശരഥൻ എന്നു പേർ. രാത്രോപനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേന്ന തീരെ മൃഗാശയ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നെ. അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതുമ്പലാൽ. പുത്രനോ കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനെ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനു എന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാഭാവമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ. വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോട് വന്നേൻ. ഇനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നീ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തു വിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണെ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മേ എടുത്തത് ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാകന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടൂതലോടീതടയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു കിന്നതയോടവർ എന്നോട് ചൊല്ലിനാർ.
നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കുട്ടിനേൻ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദുഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും പുത്രാരി ലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനൻ അന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായി വരാം. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണാംബുദേ, നിങ്ങളെയും പിരിഞ്ഞിൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ സുരാലയം. ഭരതാഗമനം. ദുഃഖിച്ചു രാജനാരീ ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. പക്ഷസീ താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോട് മുഴറി സസംഭ്രമം അന്തഃപുരമകം ബുക്കരുളി ചെയ്തു. തൈലമയോ ദ്രോണി തന്നിലാക്കൂതരാ ബാലകൻ തന്നുടൽ കേടുവന്നിടായവൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു ഏകയ രാജ്യമകം പൊക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊല്ലുകയെന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകം പോക്കു നത്വായുധാജിത്തിനോട് ചൊല്ലിടിനാർ. കേൾക്കാ നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യക്കയക്കെ. ദൂതവാക്യം കേട്ട നേരാനരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതിനുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി ബുക്കു. സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭൃഷ്ടലക്ഷ്മീകം ജനോത്ബോധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യതവന്ദിതം. തേജോവിഹീനമകം പൊക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവ് മുത്തായ ഗാഢമാലിംഗ്യമടിയിൽ വെച്ചുത്തം ആംഗേ മുകർനാശു ചോദിച്ചു. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും ഭ്രാതൃജനങ്ങൾക്കും ഏതുവേ ദുഃഖമില്ലല്ലീ പറകനീ. ഇത്തരം കൈകേകി ചൊന്ന നേരത്ത് അതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതൻ എവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസ്യം ഞാൻ താതനെ പണ്ടു കണ്ടിയിലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്ത് ഉൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറയുന്നതു കേട്ടു തൽപ്രിയമാശു കൈകേകിയും ചൊല്ലിനാൾ. എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോ വാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും തീർത്തി വരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ. തോൽപിതാവെന്നു കേട്ടോരു ഭരതനും ശൂണീതലേ ദുഃഖവിക്കുല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ. എത്രയും ഭരതന്റെ വിലാപം. ഹാ താതാ ദുഃഖസമുദ്രേ നിമജ്യമാം ഏതൊരു ദിക്കിനു പോയതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധി. ഞങ്ങൾ കുമാരും ഉടയോരിനീ ദൈവമേ. പുത്രനീ വണ്ണം കരയുന്നതു നേരം പുത്താഭ്യ കൈകേകി കണ്ണുനീരം തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലം ഈശ്വരാ കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശേതസാ ചോദിച്ചു. ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനകസുതേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനതെന്തയോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേകിയും ചൊല്ലിനാൻ. മന്നവൻ രാമാൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടു വരം മതന്നു തവ പിത. പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കുന്ന രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിവൻ തന്നോടിതു കാലവർത്തിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്നു. രാമനെ കാനനവാസത്തിനയച്ചിടിനാൻ. ജാനകീ ദേവി പാതികൃത്യമാലംബ്യ പത്ര സമംഗമിച്ചിടിനാളാശു സൗമിത്രിയും സാധനവരെ നിലച്ചു വിലപിച്ചു.
ഏതേന രാമരാമേതി ദേവാലയം ഉക്കാനിടയെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈകേകിയും ആകന്ധശോകത്തിനെന്തൊരു കാരണം രാജൻ നിനക്ക് സംപ്രാപ്തമായി വന്നിരു പുതിനായി വൈകചാബല്യം കളഞ്ഞി ഇന്നു കൈകേകി പറഞ്ഞു കേട്ടത് ഒന്ന് കോപിച്ചു നോക്കിയിടാൻ മാതരം ക്രോധാർജിതനിൽ ദഹിച്ചു പോവമ്മയെ ആദിഭൂമിയിടാൻ കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രവേ നിർദ്ദയെ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേരലു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ നിന്നോടുരിയാടരുതിന് ഞാൻ ചെന്നു കന്നിയിൽ വീണു മരിപ്പനല്ലായിലോ കാളകൂടം കുടിച്ചിടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിത് മൂലം ഇത്തരം മാതരം വസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പാതയെ നമസ്കരിച്ചൊരു ഭരതനെ മാതാവും കൗസല്യയും പുണർന്നിനാൾ കണ്ണീരോടും വിളിനെതിനായി ഇങ്ങയായൊരു കൗസല്യ ചൊല്ലിടിനാൾ കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ട് ജന്മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനോ അനുജാതനും സീതയും ശ്രീരാമനും ധാരികളായവനം പ്രാപിച്ചു തന്നെയും ദുഃഖാംബുരാശിയിൽ താപേല മധ്യനാക്കിടിനാർ നിർഭയം രാമാരാമാരവംശനായക നാരായണ പരമാത്മൻ ജഗത്പതി നാഥ ഭഗവാനായി വന്നു ജാതനായിടിനാൾ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയും നീരൊരിക്കലും ഉൾക്കാമ്പിലോട്ടാൽ വിബലമാം തുലവും ഇത്തം കരയുന്ന മാതാവ് തന്നെയും നത്വാപരതനും ദുഃഖേന ചൊല്ലിനാൻ ആകായി ഇതുകൊണ്ട് മാതാവു ഞാൻ പറയുന്നത് കേൾക്കണം രാഘവ രാജാഭിഷേകം മുടക്കിനാൽ കൈകേകിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേ അതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപഭൂമേ ഭുജിക്കുന്നതുകൊണ്ട് ഞാൻ നിർണയം ബ്രഹ്മാത്മജനാമേയും ധർമ്മധാരങ്ങളരുന്ധതീ തന്നെയും എങ്ങനെ നിഗ്രഹിച്ചാലുള്ള പാവം ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ ഇങ്ങനെ നാനാശബ്ദങ്ങളും ചെയ്തു ഇങ്ങനെ ദുഃഖം കലർന്നു വരനും എഴുന്ന നേരം ജനതയും ചൊല്ലിനാൽ ദോഷം നിരക്കിയതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു ഉണർന്നു കാടം തമാങ്കിയും ഉണർന്നാളത് കണ്ടവരൊക്കെ ഭാവിട്ടു കരഞ്ഞു തുടങ്ങിനാൽ അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോട് മൻപോടെഴുന്നള്ളി സദാവമോടു തൊണ്ടു ഭരതനും ധനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതിമതി ചെയ്തു കേവലം ദശരഥനായ രാജാധിപനും സത്യാപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മത്യസുഖങ്ങളാം രാജഭോഗങ്ങളും യഥാവിലിയത്നങ്ങളും ബഹുദന ദക്ഷിണയും ത്രിവിഷ്ടപം യഥാസുഖം ലബ്ധാ പുരന്ധാർദ്ധ ആസനം ദുർലഭം വൃത്രാരി മുഖ്യ ത്രിദശൗഹവന്ദ്യനാൽ ആനന്ദമോടിരിക്കുന്നതിനൊന്നു നീ ആനന്ദാതിനേത്രാവിടുന്നു ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപവൻ അവ്യേദാനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗൽക്കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തി വിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേനയ്ക്കും ഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചൂടൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുമ്പോൾ നിസ്സാരം എത്രയും സംസാരം മുക്കിലോ സത്സംഗം ഒന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയ നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോ വേണമെല്ലാം സുകർമ്മവശാലകം തത്വം അറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദി വസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖമില്ലേതുമേ ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാക്കിലോ സംഖ്യയില്ലാതോളം മുമ്പിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ ഇന്ദ്രാസ്താമഹജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുതാ കണ്ടവർക്കെന്തു സംരമം കമ്പിത പത്രാഗ്രലഗ്നാഭു ബിന്ദുവഴി സമ്പദിച്ചിടുമായി ആയുസ്സിതി നശ്വരം പ്രോക്തനാദേഹസ്തകർമ്മണാ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി ജീർണവസ്തുക്കൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു
ജീവദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം ഇക്കർമ്മഭേദങ്ങൾ അറിയ നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യാചനമതം കേൾക്ക ഞാൻ ചൊല്ലുവാൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ മിഥ്യാദിസാക്ഷി സർവാത്മാ സനാതൻ അദ്വൈകരേകൻ പരൻ പരൻ മൻ ശിവൻ. ഉത്തമനാരദൻ ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢം അറിഞ്ഞു ദുഃഖങ്ങളും തെറ്റുവാൻ തുടങ്ങുക. കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാവല. സംസ്കാരകർമ്മം ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനം കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാഖ്യ സോദരോപാധ്യായം യുക്തനായൊരു വരദകുമാരനും താത ശരീരമൺ എണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവമുഖമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാതിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചു. പിണ്ടവും മാതരാൽ നേതപരായണന്മാരാം ഖേദപാരായണന്മാർ ദ്വിജാവലിക്കോദ നഖോധ അഭ്രാമരത്നാംബരം ഭൂഷണാലേപനാതാംബൂലഭോഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു. സസോദരം വീണു നമസ്കരിച്ച ആശീർവചനമാദാനവും ചെയ്തു. വിശുദ്ധനായ മേവിനെയും ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസിയെ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവ വീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാസുജനത്തോടു മനാകുലം. തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തിയെ അർന്നോരു ഹാസന സന്നിപ മുനി സ്വർണാസനേനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. മുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംബോജ സംഭവാനന്ദനം ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിയിടുവാൻ. ദേശികനാൽ സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വിതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാദ്വിതയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയ കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും മന്നോട് ചെയ്തിടുവൻ. രാജകമാംബവാലാനീ ത്യാജമല്ലെന്നോ ധരിക്ക കുമാരാനീ താത നിയോഗമനുഷ്ഠിക്കയും വേണം. പാതകമുണ്ടാമ അല്ലാകിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. എന്നടിയന്നു രാജ്യം കൊണ്ടു കിംബലം മന്നവനാകുന്നതും മമപൂർവജൻ. ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേകുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ട് ഞാൻ നാളീകനേത്രമേ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യനും ആനതീർക്കാലാൽ കുതിരപ്പടയോടും അനകാശങ്ക പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേകി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു വസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിമർദ്ദനം പശ്ചാത് രാവണ കുംഭകർണനിധനം സമ്പൂർണ രാമ